എടേ പന്ന റാസ്കൽ അഖിൽ, എന്താ വാട ഇത്? അലിൻ ജോസിന് ആത്മസുഹൃത്ത് ഷിയാസ് കരീമോ? എന്റെ ദൈവമേ, ഇനി ഇനിയിപ്പോ ഷിയാസ് കരീം എന്ത് ചെയ്യൂടാ? ഷിയാസ് കരീം ഒട്ടും മോശമല്ല. അഖിൽ മാറാറോ ആരാ? മറ്റേ ശോഭ ഉണ്ടായിരുന്നോണ്ട് മാത്രം ജയിച്ച ആളല്ലേ എന്ന് പറഞ്ഞ പുള്ളി. എന്താണ് ഇവന്മാരുടെയൊക്കെ പ്രശ്നം? എന്താണ്? അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഇത്രയും ഇത്രയും വിഷം എന്തിനാടോ മനസ്സിൽ കൊണ്ടു നടക്കുന്നത്? ഇത്രയും പോയിസൺ ആയിട്ട് നടക്കാൻ മാത്രം എന്താണ് നിങ്ങളുടെയൊക്കെ പ്രശ്നം? അയ്യോ, ആ ഷിയാസ് കരീം അകത്ത് പോകുന്നു, മറ്റേ പ്രാച്ചിയോ എന്തോ എന്തോ ഒരു കൊന്തം ആ സാധനത്തിനെ എടുത്ത് പുറത്ത് കളയുന്നു. ആ പാവയെ കളഞ്ഞോടെ മറ്റേ അനുമോള് ആകെ കരച്ചിലായി. ആ പാവയില്ലെങ്കിൽ അവള് ജീവിച്ചിരിക്കില്ല എന്നുള്ള രീതിയിലുള്ള ഒരു അഭിനയമായിരുന്നു. പിന്നെ അഖിൽ പറയുന്നതെന്ന് പറഞ്ഞാൽ മറ്റൊരാളുടെ ഗെയിം ചേഞ്ച് ചെയ്യാനായിട്ട് നിങ്ങൾ പോകരുത്. പിന്നെ എന്തിനാണ് പോകേണ്ടത്? ഇവര് എല്ലാവർക്കും കുഴപ്പമുണ്ട് കേട്ടോ. ഈ അഖിൽ പറയുന്നതും നമുക്ക് അങ്ങനെ അങ്ങോട്ട് വലിയ സംഭവമായിട്ട് എടുക്കാനൊന്നും പറ്റില്ല. അഖിൽ പറയുന്നത് എന്താന്ന് വെച്ചാല് ഒരു ലോജിക്കലി കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്നൊക്കെ വേണേൽ പറയാം. പക്ഷെ അത് ഈ ബിഗ് ബോസ് പോലത്തെ ഒരു പരിപാടിയിൽ ഗെയിം ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എല്ലാവരെയും കയറ്റി വിടുന്നത്. എല്ലാവരുടെയും, അതായത് ഒരാള് നല്ലപോലെ ഇങ്ങനെ തുഴഞ്ഞു പോവാണെങ്കിൽ ആ വള്ളത്തിലേക്ക് ഒരു സാധനം എടുത്തിട്ടിട്ട് ഇങ്ങനെ കുലുക്കിയിട്ട് ആ വള്ളത്തിനെ മുക്കുക എന്നുള്ളതാണ് ബിഗ് ബോസിന്റെ ഒരു പരിപാടി. അതാണ് എനിക്ക് മനസ്സിലായത്. അപ്പോ ഈ അനുമോളുടെ ഗെയിമിനെ ചേഞ്ച് ചെയ്യാൻ വേണ്ടി മാത്രം അങ്ങനെ കയറി പോകരുത് അതായതെന്നൊക്കെ പറഞ്ഞ് ആകെ പുള്ളി ആ വീഡിയോ ഇട്ട ഉടനെ അതിനെക്കുറിച്ച് എന്താണ് പ്രതികാരം എന്ന് മറ്റേ ഷിയാസ് കരീമിനോട് ചോദിച്ചപ്പോൾ ഷിയാസ് കരീം കുറച്ച് നാളായിട്ട് ഇങ്ങനെ ഒന്നും ഇല്ലാതെ ഇരിക്കുക. പണ്ട് അഖിലിന്റെ അടുത്ത് പോയി ചാൻസ് ഒക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ ഷിയാസ് കരീം. എന്റെ ഭായി, അഖിലിന്റെ ഒരു ഡയറക്ടർ എന്ന് പറയുന്നത് എത്രയ്ക്കും വലുതാണ്, എത്രയ്ക്കും റെസ്പെക്റ്റഡ് ഒരു സംഭവമാണ് സിനിമ ഇൻഡസ്ട്രിയിൽ. ഇപ്പോൾ കുറച്ച് ഡയറക്ടറിന് വിലയൊക്കെ കുറഞ്ഞെങ്കിലും പക്ഷെ എന്നാലും ഡയറക്ടർ എന്ന് പറയുന്നത് ക്രിയേറ്റർ ആ ഒരു സംഭവമാണ്. ഒരു ബ്രഹ്മാവിന്റെ ഈ റൈറ്റർ കഴിഞ്ഞാലുള്ള ഒരു സംഭവമാണ് ഡയറക്ടർ വരുമ്പോൾ ആൾക്കാർ എണീക്കും, ആൾക്കാർ മറ്റേ വലിയ വലിയ നടന്മാർ പോലും ആ സാറേ വാന്ന് പറയും. അങ്ങനെ ഒരു സെറ്റപ്പാണ് നമ്മുടെ മലയാളം ഫിലിം ഇൻഡസ്ട്രി, അറിയാമല്ലോ. ഇപ്പോഴും മറ്റേ ലാലേട്ടൻ എന്ന് പറയുന്ന ഈ മഹാനടൻ ഈ ബിഗ് ബോസ് എന്ന പരിപാടിയിൽ കയറി വരുന്നു. ബിഗ് ബോസിൽ കയറി വരുമ്പോൾ പുള്ളി എല്ലാവരും എണീറ്റ് നിൽക്കും. അപ്പൊ പുള്ളി പറയും ഇരിക്കാം എന്ന് പറയും. എനിക്കത് കാണുമ്പോൾ പലപ്പോഴും ചിരിയാണ് വരിക. നമ്മുടെ ഒരു സെറ്റപ്പ് അങ്ങനെയാണ് പോയി. നമ്മുടെ മലയാളീസിന്റെ ഒരു സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ ഈ ഒരു റെസ്പെക്ട്, ഈ ഒരു കാര്യങ്ങളൊക്കെ ഭയങ്കര കൂടുതലാണ്. അത് എന്തിനാണ് ഏതിനാണ് എന്നൊക്കെ അന്വേഷിച്ചിട്ട് കാര്യമൊന്നുമില്ല. അതങ്ങനെയാണ് ആ ഒരു സെറ്റപ്പ് അങ്ങനെയാണ്. ഇതിപ്പോ അഖിലിനെ എനിക്ക് അറിയില്ല എന്നുള്ള, അഖിലിന്റെ അടുത്ത് പണ്ട് പോയിട്ട് എന്തോ പുള്ളിയുടെ പണ്ടത്തെ ഒരു പേരുണ്ടായിരുന്നു തോന്നുന്നു, അഖിൽ കൊട്ടാരക്കരയോ എന്തോ ഒരു അഖിൽ ഖോ എന്ന പേരാണ് പുള്ളി സേവ് ചെയ്തിട്ടുണ്ടാവുക. അതുകൊണ്ട് പുള്ളിക്ക് അത് ഓർമ്മയുണ്ടാവില്ല എന്നുള്ള രീതിയിലൊക്കെ അഖിൽ ഇങ്ങനെ വർത്താനൊക്കെ പറയുന്നുണ്ട്. അതാണെങ്കിൽ ഇവന്മാരുടെയൊക്കെ അകത്തുള്ള ആ ഈഗോയും ഇവന്മാരുടെയൊക്കെ അകത്തുള്ള ഒരു എന്താ പറയുന്നത്, ഒരു ഇത്രയും കാലം കഴിഞ്ഞിട്ടും അതായത് അഖിൽ പോയിട്ട് ഒരു സീസൺ കഴിഞ്ഞു, അത് കഴിഞ്ഞിട്ടുള്ള സീസണാണിത്. അപ്പോൾ രണ്ടാമത്തെ 2 വർഷം ആവാൻ പോകുന്നു. അപ്പൊ ആ ഒരു ഇതായിട്ട് പോലും പുള്ളിക്ക് പുള്ളി പറയുന്ന കാര്യങ്ങൾ, അതായത് ഷിയാസ് കരീം വന്നു എടുത്ത് കളഞ്ഞു, അത് പുള്ളിയുടെ ഒരു ഗെയിം സ്ട്രാറ്റജി ആയിരിക്കും. പുള്ളിയോട് ചിലപ്പം പറഞ്ഞു വിട്ടതായിരിക്കും എന്നൊക്കെ പറഞ്ഞ് നിർത്തിയാൽ മതി. അല്ലാതെ അഖില് ഇങ്ങനെ പറഞ്ഞു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. അഖിലിന് ഇങ്ങനത്തെ കുറെ കുഴപ്പങ്ങളൊക്കെ ഉണ്ട്. അഖിൽ ഇങ്ങനെ എല്ലാരെക്കാട്ടിലും ബുദ്ധിയുള്ളവനാണ്, മറ്റുള്ളവരല്ല, എല്ലാരെക്കാട്ടിലും ബുദ്ധിയുള്ളവനാണ്, എല്ലാരെക്കാട്ടിലും സംസാരിക്കാനുള്ള കഴിവുണ്ട് എന്നുള്ള ഒരു രീതിയിൽ വർത്താനം പറയുന്ന ആളാണ് അഖിൽ. അപ്പോ മറ്റുള്ളവരും അങ്ങനെ ഒട്ടും മോശക്കാരാവാൻ പാടില്ലല്ലോ. മറ്റുള്ളവരും ഒപ്പം അടിച്ചടിച്ച് നിൽക്കട്ടെ. അപ്പൊ അങ്ങനെ സംഭവിക്കുന്നതാണ് ഇതൊക്കെ. ഈ ശോഭ എന്ന് പറയുന്ന ഈ വിഷത്തിനെ ഇതിന്റെ ഇടയ്ക്ക് എന്തിനാണ് കടത്തിവിട്ടതെന്നറിയില്ല. കഴിഞ്ഞ കൊല്ലം ഒന്നും വന്നില്ല, കഴിഞ്ഞ കൊല്ലം അഖിലും വന്നില്ല അല്ലേ. അഖിൽ വന്നു കഴിയുമ്പോൾ ശോഭയും വരും. അങ്ങനെയാണ് അവരുടെ ഒരു സെറ്റപ്പ് എന്ന് തോന്നുന്നു. അതാണേലും ഈ ലക്ഷ്മിയുടെ മറ്റേ LGBT മറ്റേ സംഭവം നൂറേം ഇതൊക്കെ ആയിട്ട് ആകെ കോൺട്രവേഴ്സിയാണ്. LGBT എന്ന് പറയുന്ന ഒരു സമൂഹത്തിനോട് പിന്നെ ഈ ഗേ എന്ന് പറയുന്ന സമൂഹത്തിനോട് എനിക്കും വലിയ താല്പര്യമൊന്നുമില്ല. ഞാനൊരു സാധാരണക്കാരനാണ്. എനിക്ക് വലിയ താല്പര്യമില്ലാന്ന് ഞാൻ പറയാൻ കാരണം ഇവരുമായിട്ടുള്ള ഇവരുമായിട്ട് ഞാൻ ചില ഇൻവോൾവ്മെന്റ് അല്ല, ഇവരുമായിട്ട് ചില കാര്യങ്ങളിൽ നമ്മൾ ഇടപെടാൻ ഉള്ള സാഹചര്യം വരുമ്പോൾ, കാരണം ഇവർ ഒരുപാട് സ്ഥലങ്ങളുണ്ടല്ലോ, ഒരുപാട് സ്ഥലങ്ങളിൽ ഇവരുണ്ട്, ഇവരുടെ ആൾക്കാർ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അപ്പോൾ എല്ലാവരും മോശക്കാരാണെന്നല്ല ഞാൻ പറയുന്നത്. ഇവർക്ക് ഭയങ്കര ഹേറ്റഡാ. ഈ സാധാരണ
ഇപ്പോൾ ഈ അഖിൽ മാരാർ അല്ലെങ്കിൽ ഷിയാസ് കരീം അല്ലെങ്കിൽ മറ്റേ എന്താ റിയാസ് സലീമോ എൻ്റെ പേര് എനിക്ക് മറന്നുപോയി. ഇങ്ങനത്തെ ആൾക്കാരുടെയൊക്കെ ഉള്ള ഹേറ്റ്രഡിനെക്കാട്ടിലും 100 മടങ്ങിന് കൂടുതലാണ് ഈ സാധാരണക്കാരായിട്ടുള്ള ഈ LGBT-യിലൊക്കെ ഉള്ള ആൾക്കാരുടെ ഒരു ഹേറ്റ്രഡ് എന്ന് പറയുന്നത്. എന്താന്ന് വെച്ചാൽ അത് എല്ലാവരും ഞാൻ പറയില്ല കേട്ടോ. അതിനകത്ത് ആ കമ്മ്യൂണിറ്റിയിലുള്ള ഒരു 50% ആൾക്കാർക്ക് ഇങ്ങനെ ഒരു കുഴപ്പമുണ്ട് എന്നേ ഞാൻ പറയുള്ളൂ. ഒരുപാട് ആൾക്കാരുമായിട്ട് ഞാൻ മിങ്കിൾ ചെയ്തിട്ടുണ്ട്. മിങ്കിൾ എന്ന് പറഞ്ഞാൽ അവരുമായിട്ട് ഓരോ സംഭാഷണങ്ങൾ അങ്ങനത്തെ ഓരോ കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നടത്തുമ്പോൾ തന്നെ നമുക്ക് പാര വെക്കുക എന്നുള്ളതാണ് ഇവരുടെ ഒരു അജണ്ട എന്നൊക്കെ വേണമെങ്കിൽ പറയാം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് ഇവരുടെ ഫാമിലി തഴഞ്ഞു, അല്ലെങ്കിൽ ഇവരെ ഫാമിലിയിൽ കയറാൻ പറ്റില്ല, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇവർക്ക് ഈ ഫാമിലി അങ്ങനത്തെ ആൾക്കാരെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ, ഒരു കപ്പിളിനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ, അതായത് റെഗുലർ കപ്പിളിനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇവർക്ക് ഭയങ്കര ഭയങ്കര എതിർപ്പാണ്, ഭയങ്കര ഒരു വിഷമമാണ് മനസ്സിനകത്ത്. അപ്പോൾ അത് മനസ്സിനകത്തുള്ള ആ വിഷമം കൊച്ചുകുട്ടി ആ ഫാമിലിയിൽ ഉണ്ടെങ്കിൽ പോലും, അങ്ങനെ ഉണ്ടെങ്കിൽ അത് കൂടുതലായിട്ട് ഇവർക്ക് വിഷമം ഉണ്ടാകും. കാരണം ഇവർക്ക് കൊച്ചുങ്ങളുണ്ടാവില്ല, അങ്ങനത്തെ ഉള്ള അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഇവർക്ക്. ഇവര് ശരിക്കും പറഞ്ഞാൽ നേച്ചറിനെതിരായിട്ടുള്ള പോക്കാണല്ലോ. ഞാൻ ഇവരെ കുറ്റപ്പെടുത്തി പറയല്ല. ഇവരിൽ ഭൂരിഭാഗം ആൾക്കാരും ഇങ്ങനത്തെ ആൾക്കാരാണ്. അപ്പോൾ ലക്ഷ്മിക്ക് ഇത് പോസിറ്റീവ് ആകാനുള്ള സാധ്യതയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ അവളുടെ സ്റ്റാൻസ് പറഞ്ഞു, പക്ഷെ അവൾക്ക് അങ്ങനെ തുറന്ന് ഒരു ഒരു 30% അവൾക്ക് കപ്പാസിറ്റി ഉണ്ട്, ബാക്കി 70% ലാക്കിംഗ് ആണ്. അതാണ് എനിക്ക് തോന്നുന്നത്. ലക്ഷ്മിയെ കണ്ടിട്ട് എനിക്ക് തോന്നുന്നതാണ്. അവളുടെ പുള്ളിക്കാരിയുടെ ഒരു സംസാരവും കാര്യങ്ങളൊക്കെ ഒരുപാട് ഫോൾട്ടുകളുണ്ട് പുള്ളിക്കാരിക്ക്. പുള്ളിക്കാരി എന്തോ 50 സെന്റിമീറ്റർ ഗ്യാപ്പ് വിട്ട് നിൽക്കുന്നു. ഏത് ബസ്സിലാണ് നമ്മളെ അങ്ങനെയൊക്കെ പോകാൻ പറ്റുന്നതെന്ന് പറഞ്ഞ് ലാലേട്ടൻ ചോദിച്ചു. അങ്ങനെയായിട്ട് അതിങ്ങനെ, അതായത് നമ്മളെ ആസാക്കുക എന്ന് പറയുന്ന പരിപാടി നമ്മുടെ ഷോയുടെ ആങ്കർ, അതായത് പ്രത്യേകിച്ച് ലാലേട്ടനെ പോലത്തെ അത്രയും എക്സ്പീരിയൻസ്ഡും അത്രയും പ്രായമുള്ള ആൾ, അത്രയും റെസ്പെക്റ്റഡ്, അത്രയ്ക്കും സെലിബ്രേറ്റഡ് ഒരു വ്യക്തിയാണ് പുള്ളി മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ, ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയിൽ തന്നെ. പക്ഷെ മലയാളത്തിൽ ഭയങ്കരമാണ് പുള്ളി എന്ന് പറഞ്ഞാൽ. പുള്ളി ചിലപ്പം ഈ ഡയറക്ടറൊക്കെ വന്നാൽ എണീക്കൊന്നുമില്ല, കാരണം എണീക്കേണ്ട കാര്യമില്ല, കാരണം പുള്ളി ഡയറക്ടറിനെക്കാട്ടിലും വലുതാണ്. ആ ഒരു സിറ്റുവേഷന് പുള്ളി എണീക്കുമായിരിക്കും. ഞാൻ പുള്ളിയെ കുറ്റം പറയല്ല. പുള്ളി ചിലപ്പോൾ എണീക്കുമായിരിക്കും, പക്ഷെ പുള്ളി എണീക്കേണ്ട കാര്യമില്ല എന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അങ്ങനെ സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്ന ഒരു വ്യക്തി എതിരിൽ വന്നിട്ട് ഇങ്ങനെ കൗണ്ടർ അടിക്കുമ്പോൾ, ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ, നിങ്ങൾ അവരെ വീട്ടിൽ കയറ്റില്ലെങ്കിൽ ഞാൻ കയറ്റും എന്നൊക്കെ പറയുമ്പോൾ, ഈ ലക്ഷ്മി പോലത്തെ, അതായത് പുതിയതായിട്ട് വരുന്ന ഒരാൾക്ക് ഇവർക്ക് എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ, ഈ ലക്ഷ്മി പോലത്തെ ആൾക്ക് എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ, ഇവർക്ക് സത്യത്തിൽ കാലിബർ ഇല്ല, കാലിബർ കുറവാണ്. പക്ഷെ എന്നാലും റൈറ്റ് ടൈം റൈറ്റ് പ്ലേസ്, ഒരുപാട് കോൺടാക്ട്സും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇവർ അവിടെ എത്തിപ്പെട്ടു. അത്രേ ഉള്ളൂ ഇവര്. അതുകൊണ്ടാണ് ഇവർക്ക് ബപ്പ അടിക്കുന്നത്. എന്താ പറയല്ലേ, ഭയങ്കര ഭയങ്കര രസമായിട്ട് പോകുന്നുണ്ട്. കാരണം ഈ അടിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ബിഗ് ബോസ് പരിപാടിയിൽ ഒരു രസമുള്ളൂ. അതെന്താണെങ്കിലും ഈ കൊല്ലത്തെ ടീം, ഈ മറ്റേ നടന്മാരുടെ കാര്യം ഞാൻ ഇന്നലത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു. അതായത് ഇവര് ഈ നടന്മാർക്കെതിരെ വന്ന മറ്റേ സ്ത്രീ പീഡനം, മറ്റേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് തന്നെ ഇങ്ങനെ വെച്ച് ഇങ്ങനെ ഈ കൊല്ലം ഓടിക്കാനുള്ള പരിപാടിയാന്ന് തോന്നുന്നു. ഈ ആഴ്ച ചിലപ്പോൾ ആര്യന്റെ പ്രശ്നം ഉണ്ടാവും. ആര്യൻ പോയിട്ട് ഇങ്ങനെ കിടന്നെന്നോ, രണ്ട് സൈഡിലും കൈവച്ചെന്നോ എന്തൊക്കെയോ പറയുന്ന കേട്ടു. അത് ഭയങ്കരമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നൊക്കെ ഉണ്ട് ആൾക്കാർ, ഓരോരുത്തർ ഈ യൂട്യൂബ് പ്ലാറ്റ്ഫോമിലും മറ്റേ ഫേസ്ബുക്കിലൊക്കെ. എന്താണേലും ഈ ഹേറ്റ്രേഡ് എന്ന് പറയുന്ന സംഭവമാണ് നമ്മൾ ഒഴിവാക്കേണ്ടത്. അതാണ് എൻ്റെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഒരു ഒപ്പീനിയൻ എന്ന് പറഞ്ഞാൽ. ഇപ്പൊ അഖിൽ മാരാർ എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു സീസൺ ജയിച്ചു, ഓക്കെ, പുള്ളി ഇപ്പോൾ ഈ കൊല്ലം ഒരു ഗസ്റ്റ് ആയിട്ട് കയറി വന്നു. അത് കഴിഞ്ഞിട്ട് വേറെ 2 ആൾക്കാർ കയറി പോകുന്നു. ചിലപ്പം അഖിലിനെക്കാട്ടിലും ബുദ്ധി കുറവായിരിക്കും, ചിലപ്പം കാലിബർ കുറവായിരിക്കും, എല്ലാം ആയിരിക്കും. പക്ഷെ അത് അഖിൽ ഇങ്ങനെ ആ കാര്യം എനിക്കറിയാം, ഐ എം സെക്സി ആൻഡ് ഐ നോ ഇറ്റ് എന്നുള്ള രീതിയിൽ, എനിക്ക് ആ കാര്യം അറിയാം മോനെ, നീ നീ ഒരു വേസ്റ്റ് ആണ്, നീ ഒരു ഡമ്മി പീസാണ് എന്നുള്ള രീതിയിൽ പുള്ളി ഇങ്ങനെ ഓരോ കുത്തുവാക്കുകൾ പറയേണ്ട കാര്യമില്ല. കാരണം അനുമോൾക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുകയും ആൾക്കാരുടെ ഗെയിം ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടല്ല ഒരാൾ കയറി പോകുന്നത് എന്നൊക്കെ പറയേണ്ട കാര്യമൊന്നുമില്ല. അവരവർക്ക് തോന്നുന്ന പോലെയൊക്കെ ഒരു മറ്റേ ഒരു കുറെയൊക്കെ സ്ക്രിപ്റ്റഡ് പരിപാടിയാണ്. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ ബിഗ് ബോസ് പറയാതെ, ബിഗ് ബോസിന് വേണേൽ അത് കട്ട് ചെയ്ത് കളയാം, അവരുടെ ടീമിന് അത് കട്ട് ചെയ്ത് കളയാവുന്നേ ഉള്ളൂ. അതൊന്നും വലിയൊരു പണിയൊന്നുമില്ല. ഇപ്പോൾ ഷിയാസ് കറിയും പോയത് വന്നത് തന്നെ കാണിക്കാതിരുന്നാൽ മതി, അതിനകത്തൊന്നും വലിയൊരു കഥയൊന്നുമില്ല. അപ്പോൾ അഖിൽ അത് പറയേണ്ട കാര്യമില്ലായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ സിയാസ് കരീം അവൻ്റെ ഒരു സ്റ്റാൻഡേർഡ് വെച്ചിട്ട്, അവൻ്റെ ഒരു കാലിബർ വെച്ചിട്ട് വന്നിട്ട് അഖിൽമാർ ആരാ, ഓ എന്നൊക്കെ പറഞ്ഞു. ഇപ്പോൾ അഖിൽ വേറെ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്, മറ്റേ റിയാസ് സലീമിന്റെ കാര്യം പറയുന്നുണ്ട്. നിനക്ക് ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ അത് നീ വേറെ ഒരാളുടെ അടുത്ത് അടിച്ചേൽപ്പിക്കേണ്ട കാര്യമില്ല. ഭായ്, LGBT എന്ന് പറയുന്ന ഒരു സംഭവം അടിച്ചേൽപ്പിക്കുന്ന ഒരു സംഭവമാണ്. ഇത് LGBT നമ്മുടെ നാട്ടിൽ പണ്ട് ചെറുതായിട്ട് 1-2 ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നതാണ്. ഇപ്പോൾ ഒരുപാട് കൂടുതലാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ വെളിയിൽ നിന്നുള്ള പ്രൊമോഷനാണ്, വെളിയിൽ നിന്നുള്ള
പ്രഷർ കാരണം വെളിയിൽ നിന്ന് ഒരുപാട് കളികളാണ് ഇതിനകത്ത്. ഈ ഒരു കമ്മ്യൂണിറ്റീനെ പ്രൊമോട്ട് ചെയ്യുന്ന എനിക്ക് ഈ കമ്മ്യൂണിറ്റിയുമായിട്ട് ഒരു എതിർപ്പോ കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ. എനിക്ക് അവർ മനുഷ്യരാണ്, അവർ ജീവിക്കണം. അതിനകത്ത് ഒരു കളിയുണ്ട്. അതായത് അവരെ ഇപ്പോൾ നമ്മൾ ജീവിക്കാൻ സമ്മതിച്ചില്ലെങ്കിൽ, അവർ റിവോൾട്ട് ചെയ്ത് കഴിഞ്ഞാൽ, അവർ റിബൽ ആയി കഴിഞ്ഞാൽ ഈ സമൂഹം ആകെ കൂടെ വയലൻസ് ആയി തീരും. അതുകൊണ്ട് അവരെയും കൂടെ ചേർത്ത് പിടിക്കാം എന്നുള്ള ഒരു പരിപാടിയൊക്കെയാണ് അത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ റിസർച്ച് ചെയ്ത് പോയി കഴിഞ്ഞാൽ ചാർലി കിർക്കിന്റെ കാര്യം അറിയാമല്ലോ. പുള്ളി പറഞ്ഞെന്ന് പറഞ്ഞാൽ 10 വയസ്സായ കുട്ടി പോലും ഇപ്പോൾ സ്ത്രീപീഡനം അനുഭവിച്ച് പുള്ളിക്കാരി ഒരു പ്രഗ്നന്റ് ആവുകയാണ് എങ്കിൽ പുള്ളിക്കാരി അബോർട്ട് ചെയ്യാൻ പാടില്ല. 10 വയസ്സായ കുട്ടിയെ അബോർട്ട് ചെയ്യാൻ പാടില്ല എന്നൊക്കെ ചാർലി കിർക്ക് കുറെ കാലമായിട്ട് പുള്ളിയുടെ ഒരു കൺസർവേറ്റീവ് ഒരു ചിന്താഗതിയാണ്. അത് പറഞ്ഞു. അത് കാരണം പുള്ളിക്ക് ഒരുപാട് സപ്പോർട്ടുണ്ട്. അത് കാരണം പുള്ളിക്ക് ഒരുപാട് എതിർപ്പുകൾ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് പുള്ളി വടിയായത്. അപ്പോൾ അതുപോലെ ഈ ഒരു ടോപ്പിക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് നമ്മൾ സംസാരിച്ച് നമുക്ക് തീരത്തില്ല. നമ്മൾ ഇതിനെ തഴഞ്ഞിട്ട് എടാ പോടാന്നും പറഞ്ഞ് എടാ പോടാ മോനെ എന്നുള്ള രീതിയിൽ ഇത് കളഞ്ഞിട്ട് നമ്മൾ പോവാന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ ഇതൊക്കെ പിടിച്ചു വെച്ച് ഇതിനെക്കുറിച്ച് ഡിബേറ്റ് ചെയ്തിട്ടൊന്നും കാര്യമില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എന്താണെങ്കിലും ലക്ഷ്മിക്ക് ഭയങ്കര പോസിറ്റീവാണ്. കഴിഞ്ഞ ആഴ്ച അതായത് ഈ ഹീറോ ആദ്യത്തെ റൗണ്ടിൽ അടി മേടിക്കും, പിന്നെ പുള്ളി അങ്ങ് സ്കോർ ചെയ്യില്ല. അതുപോലെയാണ് എനിക്ക് തോന്നുന്നത്. ചിലപ്പം ലക്ഷ്മി കയറി അങ്ങ് ഈ പ്രാവശ്യത്തെ ഹീറോ ആയി കളയുമോ എന്ന് പറയാൻ പറ്റില്ല കേട്ടോ. ഇപ്പോഴത്തെ പോക്ക് കണ്ടിട്ട് അങ്ങനെയാണ് തോന്നുന്നത്. ഒരുപാട് ആൾക്കാർ പുള്ളിക്കാരിയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് വെളിയിൽ. അല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ചയെ പോകേണ്ടതാണ്. ആ മസ്താനി എന്ന് പറയുന്ന പാഴിന്റെ കൂടെ തന്നെ അതും പോകേണ്ടതാണ്. കാരണം ഇവര് രണ്ടും പാഴാണെന്നേ. ഇവര് ടോപ്പിക് ഉണ്ടാക്കുക എന്നുള്ളതേ ഉള്ളൂ ഈ ബിഗ് ബോസ് പോലത്തെ ഒരു പരിപാടിയിൽ. അതേ ഉള്ളൂ. കണ്ടന്റ് എന്നോ ഇവർ പറയുന്നുണ്ടല്ലോ. ഒരു സംഭവം ഇല്ലാത്ത ഒരു കാര്യം ഇങ്ങനെ പറഞ്ഞുണ്ടാക്കി അതിനെ ഇങ്ങനെ വലുതാക്കി. കഥ പറയുന്ന ഒരു ടാസ്ക് ഒക്കെ ഉണ്ടായല്ലോ. ആ കഥ ഇങ്ങനെ ട്രാവൽ ചെയ്ത് 10 പേരുടെ ചെവി കൂടെ ആ കഥ ഇങ്ങനെ പോകുമ്പോൾ, ചെവിയിലും വായിലൂടെയും ആ കഥ ഇങ്ങനെ ട്രാവൽ ചെയ്ത് പോകുമ്പോൾ ആ കഥ എന്തായിത്തീരും എന്നുള്ള ആ ഒരു ഇതുണ്ടല്ലോ. അതാണ് സത്യത്തിൽ ബിഗ് ബോസിന് വേണ്ടത്. അവരുടെ ഷോ എന്താണേലും അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. നല്ലപോലെ ആൾക്കാരെ പൊട്ടന്മാരാക്കുന്നുണ്ട്. നമ്മളത് കാണുന്നുണ്ട്. ആണേലും നല്ല രസമായിട്ടുണ്ട് ഈ കൊല്ലത്തെ ബിഗ് ബോസ്. കഴിഞ്ഞ കൊല്ലം പോലെ ഇങ്ങനെ ഗബ്ബറിയും കുബറിയും ജാസ്മിനും പ്രേമവും മറ്റേതും മറിച്ചതും അങ്ങനെയൊന്നും ഇല്ലാതെ ഈ കൊല്ലം ഒരു വേറെ രീതിയിലുള്ള ഒരു ടോപ്പിക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് എന്നാണേലും പോകുന്നുണ്ട്. ഓൾ ദ ബെസ്റ്റ്. അത്രേ പറയാനുള്ളൂ നമുക്ക്. കാണാം എന്താ സംഭവിക്കുന്നത് എന്നുള്ളതല്ലേ.